ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഇവിടെ കുറച്ച് ഗസ്റ്റ് വരുന്നുണ്ട്. ലൂക്കാൻ്റെ വീട്ടിൽ അവരെത്തി ഗസ്റ്റ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ലൂക്കാൻ്റെ ബ്രദറിൻ്റെ വൈഫിൻ്റെ വീട്ടിൽ നിന്ന് വയനാട്ടിൽ നിന്നാണ് അവർ വന്നത്. അപ്പോൾ അവർക്കുള്ള ഫുഡ് കാര്യങ്ങൾ അപ്പോൾ ഇങ്ങനെ ഫുൾ ലൂക്കാൻ്റെ ഉമ്മ സെറ്റ് ചെയ്യുന്ന അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ കാണിക്കാൻ കേട്ടോ ഇന്നത്തെ വീഡിയോ എടുത്തത്. ഏകദേശം സെറ്റായി ഉച്ചയായി. രാവിലെ ഒന്നും വീഡിയോ എടുക്കാൻ ടൈം ഉണ്ടായിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ ഇപ്പം വീഡിയോ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ് ഫുഡ് സെറ്റ് ചെയ്തത്, എന്തൊക്കെ ഉണ്ടാക്കിയത് എല്ലാം കാണിച്ചു തരാം. അപ്പം അതൊക്കെ കാണാം. ഇത് ജ്യൂസിന് വേണ്ടിയിട്ട് നമ്മൾ പൾപ്പ് പോലെ ആക്കി വെച്ചതാണ്, ഗ്രേപ്പ് ജ്യൂസിന്. പിന്നെ ചിക്കൻ ഫ്രൈ ഉണ്ട്, അതുപോലെ തന്നെ ബട്ടൂര ആക്കിയാണ് കേട്ടോ. ബട്ടൂര നല്ല ടേസ്റ്റാണ് ഉമ്മാൻ്റെ ബട്ടൂര. പിന്നെ നെയ്പ്പത്തിലും ആക്കിയിട്ടുണ്ട്. പിന്നെന്താ ബട്ടൂരയും ഈ ഒരു ചില്ലി ചിക്കനും നല്ലൊരു കോമ്പിനേഷനാണ്. ഉമ്മാൻ്റെ ചില്ലി ചിക്കൻ നല്ല ടേസ്റ്റാണ്, അടിപൊളി ടേസ്റ്റ്, നമുക്ക് പുറത്തുനിന്ന് കിട്ടുന്ന പോലെ. പിന്നെ അയക്കൂറ ഫ്രൈയും ചെയ്തിട്ടുണ്ട്. പിന്നെ ബിരിയാണി, ഓഫ് കോഴ്സ് എല്ലാ പരിപാടിക്കും ബിരിയാണി മസ്റ്റാണല്ലോ. പിന്നെ ഞാൻ ആ ജ്യൂസ് കുടിച്ചുകൊണ്ടിരിക്കുന്നതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ചൂട്ടിന് നമുക്ക് ഈ ഷേക്കും ജ്യൂസൊക്കെ കുടിക്കുമ്പോൾ നല്ലൊരു ആശ്വാസമാണല്ലോ. ഇത് യൂക്ക അയിനൂന് വേണ്ടി വാങ്ങിയ ഒരു ടോയാണ്. പക്ഷെ അയിനൂന്ന് പറഞ്ഞ് വാങ്ങിയതാണെങ്കിലും യൂക്കക്ക് വേണ്ടി വാങ്ങിയതാണ്. ഇങ്ങനത്തെ ടോയ്സൊക്കെ യൂക്കക്ക് ഭയങ്കര ഇഷ്ടമാണ്. 2 കുട്ടികളോട് കൂടെ ഒരു കുട്ടി. അതാരാ അതിന്റെ ചിറക് ഇങ്ങനെ ആക്കിയത്? ആമി ഹായ് പറ. ഹായ്. അയ്യോ ആക്സിഡന്റ്. ഇനി ഗ്ലാസ് വെക്കണല്ലേ. നാലും 9 പ്ലേറ്റ് മതി. 9. ഇത്രയും ഫുഡാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. അയക്കൂറ ഫ്രൈ, പിന്നെ നെയ്പ്പത്തിൽ, ബട്ടൂര, ഇത് മുളക് കറിയാണ്, അയില കറിയാണ്, പിന്നെ ബ്രോസ്റ്റഡ് ഉണ്ടായിരുന്നു, പിന്നെ ചിക്കൻ ഫ്രൈ, പിന്നെ ബീഫ് വരട്ടിയതും ചില്ലി ചിക്കനും. ഇത്രയും കാര്യങ്ങളാണ്. പിന്നെ ബിരിയാണി വെക്കാനുണ്ട്. പിന്നെ ഇതിൽ നമ്മൾ ചമ്മന്തി, പിന്നെ നമ്മുടെ അച്ചാറും വെച്ചിട്ടുണ്ട്. പിന്നെ സലാഡ് പോലെ തൈരൊക്കെ ആയിട്ടുള്ള ഒരു സംഭവം അതും ഇതിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഇത്രയാണ്. ഇനി ബിരിയാണി വെക്കാനുണ്ട്. എനിക്ക് പിന്നെ ഭക്ഷണമൊന്നും ഉണ്ടാക്കാൻ അറിയാത്തത് കൊണ്ട് ഇതൊക്കെ ഉമ്മ ഒറ്റയ്ക്ക് ഉണ്ടാക്കേണ്ടി വന്നു. സെറ്റ് ചെയ്തു. ഭയങ്കര ചൂടല്ല. അവർ കുറേ ദൂരത്തു നിന്ന് വരുന്നതാണ്. വയനാട് കോർത്താണ് അവരെ സ്ഥലം. അപ്പം നമ്മൾ ഒരു 1 o'clock ആകുമ്പോഴത്തേക്ക് തന്നെ ഫുഡൊക്കെ സെറ്റ് ചെയ്തു. അവർക്ക് വേഗം കഴിക്കാമല്ലോ. അങ്ങനെ ഫുഡൊക്കെ ടേബിളിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനും ഇവിടെ നല്ല ഉറക്കമാണ്. അതിനും ഉറങ്ങുന്നുണ്ട്. പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഈവനിങ്ങിൽ എൻ്റെ ഉമ്മാമ്മേൻ്റെ വീട്ടിൽ പോകും, കണ്ണൂർ. ഇത് ഏച്ചൂരാണ് വീട്. അപ്പം കണ്ണൂരേക്ക് പോകും. അപ്പം നമുക്ക് ഫുഡ് കഴിക്കാം. ഉച്ചക്കത്തെ ഫുഡ് കഴിക്കാം.
പിന്നെ ഇവർക്ക് നേരത്തെ പോകണം, കാരണം ഇത്രയും ദൂരെ വരുന്നതല്ലേ. ഒരു 4-5 ആകുമ്പോഴേക്ക് അവർക്ക് തിരിച്ചു പോകണം. അപ്പം അവിടെ കുറച്ച് റെസ്റ്റൊക്കെ എടുത്ത് കണ്ണൂർ പോയി അതിലൂട്ട് അങ്ങനെ വീട്ടിൽ പോവുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാം. അല്ലല്ല ഇത് മാങ്ങ അല്ലല്ല മാങ്ങ ഇഞ്ചി ഇതും ആദ്യമായിട്ട് ട്രൈ ആക്കിയ പുഡിങ്ങാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഗൈസ്, അപ്പം അങ്ങനെ അവർ ഫുഡൊക്കെ കഴിച്ച് പുറപ്പെട്ടു. പിന്നെ ഞാനും യൂക്കും ഉപ്പയും യൂക്കാൻ്റെ കാറിലാട്ടോ പോകുന്നത്. അവർ കാറിൽ, ഉമ്മ അവരെ കാറിൽ പോയി കണ്ണൂർ. അപ്പം നമുക്കിനി പുറപ്പെടാനൊക്കെ കുളിക്കുന്നുണ്ട്. അപ്പോൾ യൂക്ക കുളിച്ചിട്ട് നമ്മൾ കണ്ണൂരേക്ക് പുറപ്പെടും. അടുത്ത ചെടി ഉണ്ടാവും ഇവിടെ, തുളസി ഉണ്ട്. ഇങ്ങനെ ഇതൊക്കെ ഓരോ ചെടികളാണേ. ഉണ്ടോ, നല്ലൊരു ഫ്ലവർ ഒക്കെ വന്നിട്ടുള്ള. ഇതാണ് ഇവിടുത്തെ ഹൈലൈറ്റ്, ഈ ഒരു ബോഗൺവില്ല. ഇവിടൊക്കെ കുറച്ച് വാടി പോയിട്ടുണ്ട്. ഗൈസ്, അപ്പം കണ്ണൂർ പോയി വന്ന ക്ലിപ്സ് കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ മറന്നു പോയതാണ്. നമ്മൾ കണ്ണൂർ അവിടെ നിന്ന് ഉമ്മാമൻ്റെ വീട്ടിൽ ചായയൊക്കെ കുറിച്ച് അതൊക്കെ എടുക്കണമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് പോകുന്നത്, ചായ കുടിക്കുന്ന ക്ലിപ്സ് കാര്യങ്ങൾ. പക്ഷെ അതൊന്നും എടുക്കാൻ പറ്റിയില്ല മീൻസ് മറന്നുപോയി. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ 7 o'clock വീട്ടിലെത്തി. ടൗണിലൊക്കെ പോയി അങ്ങനെ ഡിലേ ആയി. അങ്ങനെ നമ്മൾ 7 o'clock വീട്ടിലെത്തി. ഇപ്പോൾ നമ്മൾ ഈ അടുത്ത് വെച്ചൊരു ഉപ്പാൻ്റെ വീട്ടിൻ്റെ അടുത്തൊരു ഉത്സവം പ്രമാണിച്ചിപ്പോൾ ചെണ്ടമുട്ടൽ അങ്ങനെ കുറച്ച് പരിപാടി അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ അവർ വിളിച്ചിരുന്നു വരാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാനും ഉപ്പയും മാത്രമേ പോകുന്നുള്ളൂ, കാരണം അതിനൊന്ന് ചെറുതായിട്ട് പണിയുള്ളത് പോലെ ഉണ്ട്. പിന്നെ സൗണ്ടിൻ്റെ അടുത്ത് അവളങ്ങനെ കൂടുതൽ ടൈം നിൽക്കാനും വേണ്ടാന്ന് വിചാരിച്ചു. അങ്ങനെ ഉമ്മാൻ്റെ അടുത്ത് ഇവിടെ ആക്കിയിട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ നമുക്ക് അവിടുത്തെ വിശേഷങ്ങൾ കാണാം. ഓക്കെ, പിന്നെ ഞാൻ ഇന്നലെ ആട്ടോ കണ്ണൂർ പോയി വന്നത്. ഇതെടുക്കുന്നത് പിറ്റേന്ന് രാത്രിയുള്ള വീഡിയോ ആണ്, കാരണം ഇന്നലെ പ്രത്യേകിച്ചിട്ട് എടുക്കാൻ മാത്രം വേറൊന്നും ഉണ്ടായില്ല. ഇന്നലെ 8 മണിക്ക് വന്നു, കിടന്നുറങ്ങി, അങ്ങനെയായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു ഇതും കൂടി കാണിച്ചിട്ട് ഈ ഒരു വീഡിയോ വൈൻഡപ്പാണ്, കാരണം ഒരു എൻഡിങ് ഇല്ലല്ലോ. അപ്പോൾ നമുക്ക് അത് കണ്ടിട്ട് വരാം. കഴിഞ്ഞ പ്രാവശ്യം ഉമ്മയും ഉപ്പയല്ലേ പോയത്, അന്നിട്ട് ഇവിടെ തന്നെ നിന്നേ.
പ്രോഗ്രാമൊക്കെ ഉത്സവത്തിൻ്റെ ആ ചെണ്ടകൊട്ടലും ബാൻഡൊക്കെ കണ്ടിട്ട് വന്നു. അടിപൊളിയാണ്, നല്ല രസമാണ്. പക്ഷേ ഒരു ബാക്ക് വ്യൂ ആണ് നമുക്ക് കാണാൻ പറ്റിയിരുന്നത്, കാരണം അപ്പോൾ ഫുൾ ആൾക്കാരാണ്. ഓക്കെ, അപ്പോൾ പറ്റുന്ന പോലെ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയുള്ള കേസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഗൈസ്, ബൈ.